പത്തനംതിട്ടയിൽ പോലീസ് കഞ്ചാവ് കേസിൽ കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ചയാൾ തൂങ്ങി മരിച്ച സംഭവത്തിൽ ദുരൂഹത. കോഴിപ്പുറം സ്വദേശി സുരേഷിനെയാണ് കൃഷിയിടത്തിൽ ഇക്കഴിഞ്ഞ മാർച്ച് 22-ന് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ 4 വാരിയലുകൾ തകർന്നതും ചൂരൽ കൊണ്ട് അടിയേറ്റതും വ്യക്തമാക്കുന്നുണ്ട്. സുരേഷിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിന്റെ തലേ ദിവസം വീട്ടിലെത്തി 2 പേർ കൂട്ടിക്കൊണ്ടുപോയതായി അമ്മ അമ്മണി പ്രതികരിച്ചു. മൂന്നുപേരും യൂണിഫോമിലായിരുന്നു. അവനെ വന്ന് വിളിച്ചു, അവനും കൂടെ പോയി. ഞാൻ പോലീസുകാരായോണ്ട് ഞാൻ ഒന്നും ചോദിച്ചില്ല. പോലീസുകാരുടെ വേഷത്തിലായോണ്ട് അവനെ കയറി വിളിച്ചപ്പോ ഞാനും ഓർത്തു. അപ്പൊ ഇവനെ ഇങ്ങനെ പോലീസുകാർ വിളിച്ചോണ്ട് പോവുകയൊക്കെ ചെയ്യുക പതിവുണ്ട്. അങ്ങനാന്നാ ഞാൻ വിചാരിച്ചേ. കാണാതെ വന്നപ്പോ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി തിരക്കി. അവര് പറഞ്ഞോളെ വന്നിട്ടില്ലെന്ന് പറഞ്ഞ് പിന്നെ പലയിടത്തോട്ട് എല്ലായിടത്തും പോയി പിന്നെ അന്വേഷിച്ചു. പത്തനംതിട്ട മോർച്ചിൽ തിരിപ്പുണ്ട് ഒരു 2 ശവമെന്ന്. ഇതിൽ ആരുടെ കയ്യിൽ നിന്നാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് എനിക്കറിയണം. ഇവിടെ മരണപ്പെടാൻ ഇവിടെ ഇത്രയും സ്ഥലങ്ങളുണ്ട്. 38-40 കിലോമീറ്റർ അത് പോയി അവിടെ പോയി കണ്ടതായ യാതൊരു കാരണവും അങ്ങനെ സംബന്ധിച്ചുണ്ടാകുന്നില്ല. അതൊക്കെ എന്താണെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയണം. വിളിച്ചുപോയ 3 പേരെ പറ്റി ചേട്ടന് വല്ല അറിവോ കാര്യങ്ങളോ? വിളിച്ചുപോയവരെ പറ്റി എനിക്ക് അറിവില്ല. പക്ഷേ ഇവിടെ അതാരാന്ന് എനിക്കും അറിയേണ്ടത്. എനിക്കറിയാൻ വയ്യ ആരാന്ന്. ആ സംശയം ഉണ്ടെങ്കിൽ ഞാനത് പറഞ്ഞില്ല. എൻ്റെ ചേട്ടനല്ല നഷ്ടപ്പെടുക, എനിക്ക് അറിയാമില്ല. ഇൻക്വസ്റ്റ് ചെയ്യാറപ്പാണെങ്കിൽ അവൻ്റെ ചന്തിക്ക് 4 അടി 2 അഞ്ചിലോട്ട് അടിച്ച് പൊട്ടിയിട്ടുണ്ട്. അവിടെ പിന്നെ 6-ാം മേൽ ഇവിടെ ഇങ്ങനെ അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് കണ്ണിൻ്റെ ഈ ഭാഗത്ത് അടിയുണ്ട്. പിന്നെ ശരീരത്തിൽ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ മർദ്ദനത്തിൻ്റെ ഒക്കെ ഉണ്ട്. ശശിനാരായണൻ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങളുമായി. ശശിനാരായണൻ, കൃത്യമായി പറഞ്ഞാൽ 2 മാസം മുൻപാണ് ഈ സംഭവം നടക്കുന്നത്. ഈ സുരേഷിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഇതിലിപ്പോൾ 2 മാസത്തിന് ശേഷം സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ച് കുടുംബം രംഗത്തെത്തുന്നു. എന്താണ് അവർ ആരോപിക്കുന്നത്? കോഴിപ്പുറം സ്വദേശിയായ സുരേഷിനെ കൊലപ്പെടുത്തിയതാണെന്നുള്ളൊരു ആരോപണം. അത് പോലീസിന്റെ മർദ്ദിച്ച് കൊലപ്പെടുത്തി എന്നുള്ള ധാരണയിലാണ് ഇപ്പോൾ കുടുംബം ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. പ്രധാനമായും മാർച്ച് 16-നാണ് സുരേഷിനെ കോഴിപ്പുറം പോലീസ് കഞ്ചാവ് കേസുമായി, അതായത് കഞ്ചാവ് ബീഡി വലിച്ചുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡി എടുക്കുന്നത്, ചോദ്യം ചെയ്യുന്നതൊക്കെ മാർച്ച് 16-ാം തീയതിയാണ്. ആ ദിവസം തന്നെ സുരേഷിനെ വിട്ടയക്കുകയും ചെയ്തു. കാരണം ചോദ്യം ചെയ്തതിനു ശേഷം ചെറിയ കേസായതുകൊണ്ട് പോലീസ് ആ കാര്യത്തിൽ കസ്റ്റഡി എടുത്ത ശേഷം പെറ്റി കേസ് ചുമത്തി വിട്ടയച്ചെന്നാണ് പോലീസ് നമ്മളോട് പറയുന്നത്. അന്ന് തന്നെ വിട്ടയക്കുകയും ചെയ്തു. പിന്നീടുള്ള ആ 22-ാം തീയതിയാണ് കോന്നിയില്, കോഴിപ്പുറത്ത് നിന്ന് ഏകദേശം 38 കിലോമീറ്റർ ദൂരമുള്ള കോന്നി ഒരു വിജനമായ കൃഷിയിടത്തിൽ, മാംഗസ്യത്തോട്ടത്തിന്റെ കൃഷിയിടത്തിലാണ് 22-ാം തീയതി സുരേഷിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഇത്തരത്തിൽ 4 വാരിയലുകൾ തകർന്നതായും ഒപ്പം ദേഹത്ത് മുഴുവൻ പാടുകളുണ്ട്, അത്തരത്തിലുള്ള അടിയേറ്റ പാടുകളുണ്ട്. ഇത്തരം കാര്യങ്ങളും ചതവുമെല്ലാം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസുകാര് അത് മറ്റെന്തെങ്കിലും തരത്തിലുള്ള പോലീസുകാർ മർദ്ദിച്ചതായിട്ടുള്ള പാടുകളാണെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. അതിന് പിന്നാലെ മറ്റൊരു ദിവസം ഈ സുരേഷിനെ കസ്റ്റഡി എടുത്തതിനു ശേഷം 20-ാം തീയതി വിട്ടതിനു ശേഷം 20-ാം തീയതി വീട്ടിൽ നിന്ന് 2-3 പേർ ചേർന്ന് കാറിൽ കൂട്ടിക്കൊണ്ടുപോയതായും സുരേഷിന്റെ മാതാവും പറയുന്നുണ്ട്. പക്ഷെ അത് പോലീസുകാരാണെന്നാണ് പറയുന്നത്. പക്ഷെ അത് വ്യക്തതയില്ലാത്ത കാര്യമാണ് പറയുന്നത്. കാരണം അത് സുരേഷിന്റെ സഹോദരൻ സജീവ് അത് നിഷേധിക്കുന്നത്. ആരാണെന്നറിയില്ല. 3 പേർ ചേർന്നാണ്, അത് പോലീസുകാരാണോ മറ്റാരാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ആ 3 പേർ ചേർന്നാണ് 20-ാം തീയതി സുരേഷിനെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നത്. ആ കൊണ്ടുപോയതിനു ശേഷമാണ് 22-ാം തീയതി സുരേഷിനെ പിന്നീട് മരിച്ച നിലയിൽ തൂങ്ങി മരിച്ചത്. ശശിനാരായണൻ, ഇവിടെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് പിന്നീട് വിട്ടയച്ച ശേഷമാണ് സുരേഷ് തൂങ്ങി മരിക്കുന്നത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടില് സുരേഷിന്റെ വാരിയലുകൾ തകർന്നിട്ടുണ്ട്, ചൂരൽ കൊണ്ട് അടിയേറ്റതായിട്ടുള്ള വിവരങ്ങളുണ്ട്. അങ്ങനെയെങ്കിൽ കസ്റ്റഡി മർദ്ദനം അവിടെ ഉണ്ടായിട്ടുണ്ടാകാം. അതിനുശേഷം എന്താണ് സംഭവിച്ചത്? ഇതൊരു കൊലപാതകമാകാനുള്ള സാധ്യതയിലേക്കാണോ ബന്ധുക്കൾ സംശയം ഉന്നയിക്കുന്നത്? ബന്ധുക്കൾ സംശയം ഉന്നയിക്കുന്ന കൊലപാതകമാണെന്നുള്ള രീതിയിലാണ്. കാരണം പോലീസ് കസ്റ്റഡി എടുത്തതിനു ശേഷം സുരേഷിനെ മർദ്ദിച്ചിട്ടുണ്ട്. ആ മർദ്ദിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ 4 വാരിയലുകൾ തകരാൻ കാരണം. ഒപ്പം ശരീരത്തും അടിയേറ്റ പാടുകളുണ്ട്. അതുകൊണ്ട് മർദ്ദിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ബന്ധുക്കൾ ഉറച്ചു നിൽക്കുന്നുണ്ട്. പക്ഷേ കസ്റ്റഡി എടുത്ത സുരേഷിനെ ചോദ്യം ചെയ്തു ഇത്തരം കാര്യങ്ങൾ കഞ്ചാവ് ബീഡി വലിച്ചുമായി ബന്ധപ്പെട്ടാണ് കസ്റ്റഡി എടുത്തിട്ടുള്ളത്. അതിന് എത്തിക്കേസ് ചുമത്തി അന്ന് തന്നെ വിട്ടയച്ചെന്നാണ് കോഴിപ്പുറം പോലീസ് പറയുന്നത്. അന്ന് സുരേഷിന്റെ അമ്മ ഉൾപ്പെടെ വന്നതിന് ശേഷമാണ് സുരേഷിനെ വിട്ടത്. ആ സുരേഷ് പിന്നെ വീട്ടിൽ പോയതിനു ശേഷം പിന്നെ ഉള്ള 20-ാം തീയതിയാണ് സുരേഷിനെ പിന്നീട് വീണ്ടും 3 പേർ ചേർന്ന് രാത്രിയിൽ സന്ധ്യ സമയത്ത് കാറിൽ കയറ്റിക്കൊണ്ട് പോകുന്നത്. അത് പോലീസുകാരാണോ അത് മറ്റാരെങ്കിലും ആണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അമ്മ പറയുന്നത് പോലീസുകാരാണെന്ന് പറയുന്നു. പക്ഷേ മകൻ ഈ സുരേഷിന്റെ സഹോദരൻ സജി പറയുന്നത്
3 പേരാണ്. അത് അത്രയും ആളുകൾ ആരാണെന്ന് അറിയില്ല. പക്ഷേ 20-ാം തീയതി കൂട്ടിക്കൊണ്ട് കാറിനകത്ത് പോയതിനു ശേഷം 22-ാം തീയതിയാണ് കോന്നിയിലെ വിജനമായ കൃഷിത്തോട്ടത്തിൽ സുരേഷിനെ മരിച്ച നിലയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഇതിലെല്ലാം ദുരൂഹതയുണ്ട്. പോലീസിന്റെ കാര്യത്തിന് കുടുംബം ആരോപണം ഉന്നയിക്കുന്നതിനൊപ്പം ഈ സുരേഷിനെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയ 3 പേർ ആരാണ്, അതിനെ സംബന്ധിച്ച് അന്വേഷണം വേണം. ഈ ശരീരത്ത് ഇത്തരത്തിലുള്ള മുറിവേറ്റ പാടുകൾ, വാരിയിൽ തകർന്ന രീതിയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. അത്തരത്തിൽ ശരീരം മുഴുവൻ ഈ ഉരഞ്ഞ പാടുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതെല്ലാം മൃതദേഹത്തിൽ ഇത്തരം ലക്ഷണങ്ങളെല്ലാം സുരേഷിനെ അപായപ്പെടുത്തി കെട്ടിത്തൂക്കി എന്നുള്ള രീതിയിലാണ് കുടുംബം ഉന്നയിക്കുന്നത്. അതിൽ പോലീസിനും പങ്കുണ്ട്. സുരേഷിനെ അകാരണമായി മർദ്ദിച്ചിട്ടാണ് വാരിയിൽ തകരാൻ കാരണം എന്നുള്ള കാര്യമാണ് കുടുംബം മുന്നോട്ട് വെക്കുന്നത്. പക്ഷെ പോലീസ് ഇത് കോഴിപ്പുറം പോലീസ് പാടെ അവഗണിക്കുകയാണ്. കാരണം സുരേഷിനെ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് പോലീസ് പിടികൂടിയിരുന്നു. അത് ബീഡി വലിച്ച സമയത്താണ് പോലീസ് അതൊരു നിസ്സാര രീതിയിലുള്ള പെറ്റി കേസ് പോലെ ചുമത്തിയുള്ളൂ. മറ്റു കാര്യങ്ങൾ വിശദമായി റെക്കോർഡുകൾ പരിശോധിക്കണം എന്നുള്ള കാര്യങ്ങൾ തുടർന്ന് വിട്ടയക്കുകയാണ്. അത് മാതാവിന്റെ കൂടാണ് വിട്ടയക്കുക എന്നുള്ളത്. പോലീസിൽ സ്റ്റേഷനുള്ളിൽ CCTV ദൃശ്യങ്ങളൊക്കെ കൊണ്ട് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളുണ്ടെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ പരിശോധിക്കട്ടെ, അന്വേഷണം നടക്കട്ടെ എന്ന രീതിയിലാണ് കോഴിപ്പുറം പോലീസ് പറയുന്നത്. പക്ഷേ തങ്ങൾ മർദ്ദിച്ചിട്ടില്ല, സുരേഷിനെ മർദ്ദിച്ചിട്ടില്ല. കസ്റ്റഡി എടുത്തിട്ടുണ്ട്. കഞ്ചാവ് പിടി വിളിച്ചതുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പക്ഷെ മർദ്ദിച്ചിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കോഴിപ്പുറം. എന്തായാലും എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ വ്യക്തത വരണം. പത്തനംതിട്ടയിലാണ് പോലീസ് കഞ്ചാവ് കേസിൽ കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ചയാളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്ന സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് കുടുംബം ആരോപിക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ മാർച്ച് 22-ാം തീയതിയാണ് സംഭവം ഉണ്ടാകുന്നത്. ഈ മരിച്ച സുരേഷിന്റെ ശരീരത്തിൽ ഗുരുതരമായ മുറിവുകളുണ്ടായിരുന്നു, വാരിയലുകൾ തകർന്നിരുന്നു, ചൂരൽ കൊണ്ട് അടിയേറ്റതിന്റെ പാടുകളുണ്ടായിരുന്നു. എന്തായാലും സംഭവത്തെക്കുറിച്ച് പോലീസ് തന്നെ അന്വേഷിക്കണം. ഈ വിഷയത്തിൽ പോലീസിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് ഇതിന്റെ നടപടി സ്വീകരിക്കുക തന്നെ വേണം.